നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ബാല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബാലനറിയാലോ. ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരം ഉണ്ടായത്. ചാരുമോളോട് മാത്രമല്ല ഗോവിന്ദ, ആകാശിന്റെ അവസ്ഥ കണ്ടില്ലേ നീ? ഇന്നൊരു ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ തീരുമാനിച്ചവനാണ്. എന്നിട്ട് അവനിപ്പോ വെറുതെ ഓഫീസിലേക്ക് പോകേണ്ടി വന്നില്ലേ? അത് ശരിയാ ബാല, പക്ഷേ നീ ഇങ്ങനെ വിഷമിച്ച് ദേഷ്യപ്പെട്ടിരുന്ന നമുക്കൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. എന്താ അശ്വതി, അനു, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. അച്ചൂട്ടി, ഇന്ന് രാവിലെ മുതൽ അപ്പച്ചി ഫുൾ ചാർജിലാണല്ലോ. ആ ബാറ്ററി ഇപ്പോഴും ലോ ആയിട്ടില്ലെന്നാ തോന്നുന്നത്. മിണ്ടാതിരിക്കെ, രമേശേട്ടൻ വന്നേ, എന്താന്ന് വന്നോ? വാ. മക്കളെ, പെങ്ങളുടെ മോളെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ അതും സത്യസന്ധമായ കാര്യങ്ങൾ. മാഷിനത് പിടിച്ചില്ല. കണ്ടില്ലേ മുഖവും വിറപ്പിച്ചിരിക്കുന്നത്. ഒരു പെണ്ണ് കെട്ടിക്കേറി വരുമ്പോ എങ്ങനെ ആയിരിക്കണോന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. എന്റെ മോൻ അരവിന്ദനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഞാൻ കാണിച്ചു തരാം. എന്റെ മോൻ കല്യാണം കഴിച്ച ആ പെണ്ണ് ഇവിടെ വന്ന് കയറുമ്പോഴേ കണ്ട് പഠിക്കുക എല്ലാവർക്കും. ചടങ്ങ് എന്താണെന്നും നാട്ടു നടപ്പ് എന്താണെന്നും ഒക്കെ. ആഹാ, കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ മക്കളെ. ഒരു പണിയില്ലാതെ വെട്ടി വിഴുങ്ങി തെക്ക് വടക്ക് നടക്കുന്ന ഇവൻ ആര് പെണ്ണു കൊടുക്കാനാ? മോശം വെട്ടി വിഴുങ്ങി തെക്കോട് നടക്കുന്നവനോ? ആര്? ഞാനോ? ഈ വീടും ചുറ്റുള്ള പറമ്പും പാടൊക്കെ എന്റെ പേരില. നിങ്ങളുടെ ഇതെന്ന് പറയാനേ ഒന്നുമില്ല. അതൊക്കെ കോടതി തീർപ്പ് കൽപ്പിച്ച് നിന്നെ തെരുവിൽ നിർത്തിക്കോളും. തെരുവിൽ നിൽക്കുന്നവനെ പെണ്ണുകെട്ടി കാണിക്ക്, അപ്പൊ ഞാൻ വിശ്വസിക്കാം. സ്വപ്നങ്ങളൊക്കെ ആർക്കും കാണാം, അത് വായ കൊണ്ട് പറയും ചെയ്യാം. എന്റെ മോൻ എന്താ ഒരു കുറവ്? സ്വത്തും സൗന്ദര്യവും എല്ലാം ഉണ്ട്. നീ പറഞ്ഞ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, കാണാൻ ഭംഗിയും ഹൈറ്റൊക്കെ ഉണ്ട്. പക്ഷെ പണിയും സ്വത്തും ഇല്ല. ഇവനെ കെട്ടുന്ന പെണ്ണിന്റെ ഗതികേടാ. കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോ കൂടും കുടുക്കെടുത്ത് അവൾ അവളുടെ വഴിക്ക് പോകും. ഇല്ലെങ്കിൽ ഈ തോട്ടിലൊക്കെ ആയല്ലോ ചാടും. അച്ചുകുട്ടി, അപ്പച്ചിയല്ല അമ്മാവനാ ഫുൾ ചാർജിൽ നിൽക്കുന്നത്. ഇപ്പൊ അമ്മായിയുടെ ബാറ്ററി ലോ ആയി കാണും. അച്ഛാ, അമ്മ എന്ത് വേണേലും പറഞ്ഞോട്ടെ. അച്ഛനെ എതിര് പറഞ്ഞ് അമ്മയോട് ഇനി വഴക്കിനൊന്നും പോകണ്ട. വഴക്കൊന്നും അല്ല മോളെ, നിന്റെ അമ്മയും ചേട്ടനെന്ന് പറഞ്ഞു മനസ്സിലാക്കിയതാ. ആഗ്രഹിക്കാം, ആഗ്രഹങ്ങൾ പറയുകയും ചെയ്യാം. പക്ഷെ നടക്കാത്ത കാര്യങ്ങൾ നടക്കുമെന്ന് പറയാൻ പറ്റുമോ? കഴുത കാമം കരഞ്ഞു തീർക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ആയത്. പക്ഷേ എന്നെ അങ്ങ് ചവിട്ടി താഴ്ത്തി പതാളത്തിലേക്ക് എത്തിക്കാന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ മുന്നിൽ കല്യാണം കഴിച്ച് നല്ലൊരു ജീവിതം ജീവിച്ച് കാണിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ പേരങ്ങ് മാറ്റും. ആണോ? എന്നാ ഇപ്പൊ തന്നെ ആ പേര് കണ്ടുപിടിച്ചു വെച്ചോ. മാഷേ, നിങ്ങളീ പുച്ഛിച്ചു തള്ളുന്നത് സ്വന്തം മോനെയാ. എന്നാ കേട്ടോ, എന്റെ മോന് വേണ്ടി ജനിച്ച ഒരു പെണ്ണുണ്ട്. അവൾ ഇവനെ തേടി വരും. ആ പെണ്ണിനെ എന്റെ മോൻ കല്യാണം കഴിക്കുകയും ചെയ്യും. നാടറിഞ്ഞൊരു കല്യാണം അങ്ങ് നടക്കും. നടത്തും ഞാൻ. നടത്തുകേമേ, നടത്തി കാണിക്ക്. നാടറിഞ്ഞ് കല്യാണം നടത്തി കാണിക്ക്. ഇവനെ കല്യാണം കഴിക്കാൻ മാത്രം
ഏത് ഗതികെട്ട പെണ്ണാ വരികയെന്ന് എനിക്ക് കാണണല്ലോ. അങ്ങനെ കണ്ടെത്തിയ ഞാൻ തന്നെ ഇവന്റെ കല്യാണം നടത്തി കൊടുക്കും. അങ്ങനെ ഒരു പെണ്ണ് ഈ ഭൂമിയിലേ ഉണ്ടാവില്ല.